2024 ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസിന് പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ പ്രയോജനപ്രദമായ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന വീഡിയോ ആണിത്. എല്ലാ കൂട്ടുകാരും നിർബന്ധമായും മുഴുവനും കാണണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. അടുത്ത ചോദ്യം, അടുത്ത ഒളിമ്പിക്സ് അതായത് 2028 ഒളിമ്പിക്സ് വേദി എവിടെയാണ്? ഉത്തരം അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് 2028 ഒളിമ്പിക്സ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ആന ദിനം എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 12. അടുത്ത ചോദ്യം, തുംഗഭദ്ര അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കർണാടക. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി നൽകുന്ന കായകൽപ്പ പുരസ്കാരം നേടിയ ഹോസ്പിറ്റൽ ഏതാണ്? ഉത്തരം വിക്ടോറിയ ഹോസ്പിറ്റൽ, കൊല്ലം. അടുത്ത ചോദ്യം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഉത്തരം കാസർഗോഡ്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന പുതുക്കിയ ശമ്പളം എത്രയാണ്? ഉത്തരം 346 രൂപയാണ് പുതുക്കിയ ശമ്പളം. അടുത്ത ചോദ്യം, അടിയിൽ വീതി വളരെ കൂടുതലും മുകളിലേക്ക് വീതി കുറഞ്ഞും വരുന്ന അണക്കെട്ടിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ഭാരാശ്രിത ഡാം. അടുത്ത ചോദ്യം, മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന മിശ്രിതം എന്തായിരുന്നു? ഉത്തരം ചെളിയും ചുണ്ണാമ്പുകല്ലും ചേർന്ന സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരുന്നത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മേറ്റുമാർക്ക് പുതുതായി നിശ്ചയിച്ച ശമ്പളം എത്രയാണ്? ഉത്തരം 700 രൂപ. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിലെ അവസാന മത്സര ഇനം ഏതായിരുന്നു? ഉത്തരം വനിതകളുടെ ബാസ്കറ്റ്ബോൾ ആയിരുന്നു ഏറ്റവും അവസാനത്തെ മത്സരം. അടുത്ത ചോദ്യം, ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരെല്ലാമായിരുന്നു? ഉത്തരം മനു ഭാക്കർ, PR ശ്രീജേഷ് എന്നിവരാണ് പതാക ഏന്തിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മുഖ്യ പരിശീലകൻ ആരാണ്? ഉത്തരം മനോളോ മാർക്കസ്. അടുത്ത ചോദ്യം, വയനാട് സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം രാജീവ് ഗാന്ധിയാണ് വയനാട് സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി. വയനാട് സന്ദർശിക്കുന്ന എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി? ഉത്തരം രണ്ടാമത്തെ. അടുത്ത ചോദ്യം, കേരള ചലച്ചിത്ര അക്കാദമി നടത്തുന്ന എത്രാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് ഈ വർഷം നടക്കുന്നത്? ഉത്തരം 29ാമത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഉത്തരം അമൻ ഷെരാവത്ത്. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൽ അരങ്ങേറ്റം കുറിച്ച മത്സര ഇനം ഏതാണ്? പാരീസ് ഒളിമ്പിക്സിൽ പുതുതായി ഏർപ്പെടുത്തിയ മത്സര ഇനം ഏതാണ്? ഉത്തരം ബ്രേക്ക് ഡാൻസ്. അടുത്ത ചോദ്യം, വയനാടൻ ഉരുൾപൊട്ടലിനെ പറ്റി പഠിക്കാൻ ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറിയുടെ പേരെന്താണ്? ഉത്തരം രഞ്ജിത്ത് തമ്പാൻ. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി പരീക്ഷണ അടിസ്ഥാനത്തിൽ മെത്തനോൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന കേരളത്തിലെ ആദ്യത്തെ താപനിലയം ഏതാണ്? ഉത്തരം കായംകുളം. അടുത്ത ചോദ്യം, വയനാട് ജില്ലാ കളക്ടർ ആരാണ്? ഉത്തരം
DR മേഘശ്രീ. അടുത്ത ചോദ്യം, ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയത് ആരാണ്? ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയത് ആരാണ്? ഉത്തരം നീരജ് ചോപ്ര. അടുത്ത ചോദ്യം, 2 ഒളിമ്പിക്സ് മെഡൽ നേടിയ ഒരേ ഒരു മലയാളി ആരാണ്? ഉത്തരം PR ശ്രീജേഷ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ കായിക മന്ത്രി ആരാണ്? കേരളത്തിൻ്റെ കായിക മന്ത്രി വി അബ്ദുറഹിമാൻ ആണ്. വി അബ്ദുറഹിമാനാണ് കേരളത്തിലെ കായിക മന്ത്രി. ഡിജിറ്റൽ ആസക്തി കുറയ്ക്കാൻ കേരള പോലീസിൻ്റെ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം DDAD. അടുത്ത ചോദ്യം, ശരീരഭാരം കൂടിയതിൻ്റെ പേരിൽ ഒളിമ്പിക്സ് ഫൈനലിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ വിരമിച്ച ഗുസ്തി താരത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യയിലാണ് ഈ ഗുസ്തി താരം ഉള്ളത്. ഉത്തരം വിനേഷ് ഫോഗട്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ അധ്യക്ഷ ആരാണ്? ഉത്തരം PT ഉഷ. അടുത്ത ചോദ്യം, സത്യത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ നഗരം ഏതാണ്? സത്യത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ നഗരം ഏതാണ്? ഉത്തരം കോഴിക്കോട്. അടുത്ത ചോദ്യം, കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ നിലവിലെ സ്പീക്കർ AN ഷംസീർ ആണ്. AN ഷംസീർ. അടുത്ത ചോദ്യം, സ്കൂൾ രാഷ്ട്രീയം അനുവദിക്കാമെന്ന് ശുപാർശ ചെയ്യുന്ന കമ്മിറ്റി ഏതാണ്? ഉത്തരം ഖാദർ കമ്മിറ്റിയാണ് സ്കൂൾ രാഷ്ട്രീയം അനുവദനീയമാണെന്ന് ശുപാർശ ചെയ്തത്. അടുത്ത ചോദ്യം, കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഉത്തരം മോഹൻലാൽ. അടുത്ത ചോദ്യം, ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏത് ക്ലാസ് മുതൽ ഏത് ക്ലാസ് വരെയാണ് സെക്കൻഡറി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ വെളുത്തുള്ളി വിപണന കേന്ദ്രം ഏതാണ്? ഉത്തരം തമിഴ്നാട്ടിലെ വടുകപ്പെട്ടിയാണ് വെളുത്തുള്ളി വിപണന കേന്ദ്രം ഏറ്റവും വലുത്. അടുത്ത ചോദ്യം, 2024 യുനെസ്കോ പുറത്തിറക്കിയ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട ഏക മ്യൂസിയം ഏതാണ്? ഉത്തരം ഭുജ് സ്മൃതിവനം, ഗുജറാത്ത്. അടുത്ത ചോദ്യം, ബ്രിട്ടൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം കെയ്ൻ സ്റ്റാമർ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഉത്തരം സോജൻ ജോസഫ്. അടുത്ത ചോദ്യം, റെസ്റ്റോറൻറ്റ് വകുപ്പിൽ സംസ്ഥാന GST വകുപ്പിൻ്റെ വ്യാപക ഓപ്പറേഷൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്പറേഷൻ ഫാനം. അടുത്ത ചോദ്യം, ബ്രിട്ടനിലെ ആദ്യ വനിതാ ധനമന്ത്രി ആരാണ്? ബ്രിട്ടനിലെ ആദ്യ വനിതാ ധനമന്ത്രി റേച്ചൽ റീവ്സ് ആണ്. റേച്ചൽ റീവ്സ്. അടുത്ത ചോദ്യം, KSEBയുടെ പഴയ ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ദ്യുതി. അടുത്ത ചോദ്യം, 2024 മലയാറ്റൂർ അവാർഡ് നേടിയത് ആരാണ്? ഉത്തരം സാറാ ജോസഫ്. സാറാ ജോസഫിൻ്റെ എസ്തോർ എന്ന കൃതിക്കാണ് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, പുലിസ്റ്റർ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? പുലിസ്റ്റർ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് ജുംബ ലാഹിരി. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.